മഹീന്ദ്രയുടെ സർവീസിനെ പറ്റി ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ ഒരു പെട്രോൾ ജീപ്പ് തൊട്ട് ഇന്നത്തെ കാർ റോക്സ് വരെ ഞാനിപ്പോൾ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ്. മെക്കാനിക്കലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഞാൻ 84 മുതൽ ജീപ്പ് ഉപയോഗിക്കുന്നതാണ്. ഇതിനൊരു ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. ഇത് മൈസ്റ്റോ ബ്രാൻഡിന്റെ 1:27 സ്കെയിലുള്ള ഒരു മോഡലാണ് ജീപ്പ് റൂബിക്കോൺ. നല്ല ഡീറ്റെയിലിങ്ങിലാണ് ഈ വാഹനം കിട്ടുന്നത്. ഈ വാഹനം നിങ്ങൾക്കും സ്വന്തമാക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, 3 പേർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന സെക്കൻഡ് ബെസ്റ്റ് വിന്നറിനാണ് ഇത്. ഇനി ഫസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? വീഡിയോ മുഴുവൻ ഇത് ഫോർഡ് GPW. ശരിക്കും പറഞ്ഞാൽ 42 എന്നും പറയും ഇതിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ 1942 പോസ്റ്റ് വേൾഡ് വാർ ഒരുപാട് ഇതുപോലത്തെ യൂട്ടിലിറ്റി വെഹിക്കിൾസ്, അതിന് ജീപ്പ് എന്നാണ് പറയുന്നത്, ജനറൽ പർപ്പസ് വെഹിക്കിൾസ്, അതെല്ലാം സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തപ്പോഴാണ് പല കൺട്രീസിലേക്കും, അന്ന് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഉണ്ടായിരുന്ന കൺട്രീസിലേക്കെല്ലാം എക്സ്പോർട്ട് ചെയ്ത് വിട്ടത് ഈ ഒരു രൂപത്തിലൊന്നും അല്ല കേട്ടോ. അത് എന്താ പറയുക, കിറ്റായിട്ടാണ്, ഇൻ ദ ബോക്സ്, അങ്ങനെ ബോക്സിനകത്ത് കിറ്റായിട്ടാണ് കയറ്റി വിട്ടത്. അപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര CKD, ഇന്ന് CKD എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് CKD ആയിട്ട് അസംബിൾ ചെയ്തതാണ് ഈ വാഹനങ്ങൾ. ഈ US നിന്ന് വന്നതാണ്. അന്നൊക്കെ US ആർമി സ്പെക് വെഹിക്കിൾസ് ആണ്. ഇത് പറയപ്പെടുന്നത് എയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 മിനിറ്റ്സ് 4 പേരുണ്ടെങ്കിൽ അസംബിൾ ചെയ്യാവുന്ന അത്രയും സിമ്പിൾ മെക്കാനിസം ഉള്ള ഒരു വാഹനമാണ് ഈ ജീപ്പ്. ഇത് പല കമ്പനീസിന് ഓർഡർ കൊടുത്ത് ആ കാലത്ത് മാനുഫാക്ചർ ചെയ്തതാണ്. അതിലൊന്നാണ് വില്ലീസ് ഉണ്ടായിരുന്നു, ഫോർഡ് ഉണ്ടായിരുന്നു, കൈസർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും വേറെ പല കമ്പനീസും ഇതുപോലെ സിമിലർ ലുക്കിംഗ് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്തു. ഇതിൻ്റെ കുറച്ച് പെക്യുലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതേപോലെ തന്നെ ഈ ഫ്രെയിം കാണുന്നില്ലേ, ഇത് നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ ഇവിടെ 2 ക്ലിപ്പാണുള്ളത്. ഇത് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ക്ലിപ്പ് ഇവിടെയുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. അതിങ്ങനെ നമ്മൾ മറിച്ചിടാൻ പറ്റും. അതേപോലെ ഇവിടെ കണ്ടോ, ഇതിന് 2 വൈപ്പേഴ്സ് ഉണ്ട്. മോട്ടോർ ഓപ്പറേറ്റഡ് അല്ല, ഇത് മെക്കാനിക്കലി കൈ കൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വൈപ്പേഴ്സാണ്. ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും ഇങ്ങനെ മെക്കാനിക്കലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു ട്വിൻ സ്പ്ലിറ്റ് ഗ്ലാസ് ആണ്. ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത് ഫെൻഡറിലാണ്. ഫെൻഡറിൽ പിന്നീടുള്ള മഹീന്ദ്ര വെഹിക്കിൾസിൻ്റെ ഒക്കെ ഫെൻഡറിലാണ് വന്നതെങ്കിലും, പക്ഷേ ഈ ഒരു സെറ്റപ്പാണ്. ഇത് ഓപ്പൺ ഫെൻഡറാണ്. നമ്മുടെ ആദ്യ കാലത്തെ CJ500Dക്ക് വരുന്ന പോലത്തെ ഒരു ഫെൻഡറാണ്. ഹെഡ് ലാമ്പ് കണ്ടോ, ഹെഡ് ലാമ്പ് വളരെ ചെറിയൊരു ഹെഡ് ലാമ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഹെഡ് ലാമ്പല്ല. ഒറിജിനൽ ഹെഡ് ലാമ്പ് ഉള്ളിലോട്ടാണ് വരുന്നത്. അതേപോലെ ഈ ഗ്രില്ല് ശരിക്കും പറഞ്ഞാൽ 7 സ്ലോട്ട് ഗ്രില്ലാണ്. ഈ 7 സ്ലോട്ട് ഗ്രില്ലിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോഴത്തെ ജീപ്പിനും മഹീന്ദ്രയുടെ വെഹിക്കിൾസിനും എല്ലാം 7 സ്ലോട്ട് ഗ്രില്ലാണെങ്കിലും അന്നത്തെ കാലത്തെ ടിൽ 1945 സെക്കൻഡ് വേൾഡ് വാറിലും യൂസ് ചെയ്തിരുന്ന വില്ലീസ് ജീപ്സും ഫോർഡ് GPWനും എല്ലാം 9 സ്ലോട്ട് ഗ്രില്ലാണ്. ഈ വാഹനത്തിൽ കണ്ടില്ലേ, ആ 9 സ്ലോട്ട് ഗ്രില്ല് നമുക്ക് കാണാം. ഇതിന് പറയുന്ന പേര് മാപ്പ് ലൈറ്റ് എന്നാണ്. കാര്യം ഈ ആർമിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത വെഹിക്കിളാണ്. ഇപ്പം ഈ പട്ടാളക്കാരുടെ കയ്യിലൊക്കെ മാപ്സ് ഉണ്ടാവും, ഫിസിക്കൽ പേപ്പറിലുള്ള മാപ്പ്. അത് റീഡ് ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ലാമ്പ് ഓഫ് ചെയ്തിട്ട് ഈ ലൈറ്റും ആ സൈഡിൽ കാണുന്ന ലൈറ്റും
ഫെൻഡറിൽ കാണുന്ന ലൈറ്റും ഓൺ ആക്കിയിട്ടാണ് പോകുന്നത്. സോ ദാറ്റ് വഴി കാണാൻ പറ്റും. ഇപ്പം ഹെലികോപ്റ്ററിൽ പോകുന്നവർക്കും വെട്ടമുള്ളതായിട്ട് അറിയാൻ പറ്റില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബോംബിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാനാണ്. ഇത് മാപ്പ് ലൈറ്റാണ്. അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ഒരു ലൈറ്റ്. ഇത് ആദ്യകാലത്തൊക്കെ കെറസിൻ ലൈറ്റായിരുന്നു. ഇതും നമ്മൾ നേരെ അല്ല അതിന് പ്രകാശം വരുന്നത്, അടിയിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന് എന്താണ് വിളിക്കുന്നതെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ അന്ന് പണ്ട് കാലത്തുള്ള വാഹനങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയ CJ500D ആയാലും അംബാസഡർ കാർ ആയാലും ഒന്നും ORVMs ഇല്ലായിരുന്നു. പക്ഷേ ഇതൊരു മിലിറ്ററി സ്പെക് വെഹിക്കിൾ ആയിരുന്നുകൊണ്ട് തന്നെ കസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്തതല്ല, ഇത് OE ആയിട്ട് വന്ന ORVMs ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വില്ലീസിൻ്റെ ബാഡ്ജിങ് തന്നെ കാണാൻ പറ്റും. ഈ കാണുന്ന പെർട്ടിക്കുലർ വാഹനത്തിൽ ഒത്തിരി കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ട് ഒറിജിനാലിറ്റി 100% ഇല്ല. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റ് രണ്ടും ഇങ്ങനെ മറിക്കാവുന്നതാണ്. ഈസി ആക്സസ് റിസസ്. അതേപോലെ തന്നെ ഈ ഒരു സീറ്റ് ഉള്ളതല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 2 4 2 6 പേർക്ക് ഇരിക്കാം. കണ്ടില്ലേ, കുഷനൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ റിയറിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ജെറി ക്യാൻ കാണാം. 20 ലിറ്റേഴ്സിൻ്റെ ആണ്. ഇതിൽ ഫ്യൂവലോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോ ഹുക്കുണ്ട്. ഈ ടോ ഹുക്കൊക്കെ ശരിക്കും ഈ വാഹനത്തിന് വന്നത് തന്നെയാണ്. വിഞ്ചസ് ഉണ്ട്. വിഞ്ചസ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വിഞ്ചസ് ആണ്, അല്ലാതെ മോട്ടോർ ഓപ്പറേറ്റഡ് വിഞ്ചസ് ഒന്നുമല്ല. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ. ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ആണ്. ഇതാണ് ഇതിൻ്റെ തേർഡ് ഗിയർ. അപ്പോൾ തേർഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഗിയർ ആണിത്. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ. ജീപ്പ് നോക്കി കഴിഞ്ഞാൽ മോറോലെസ് ഒറിജിനാലിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹൗവർ ഡീസലൈസ്ഡ് ആണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഡിഫറൻസ്. ഇതിൽ ആദ്യം വന്നിരുന്ന ആ ഒരു 3-speed ഗിയർ ബോക്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് പണ്ട് തൊട്ടേ വണ്ടിയോടുള്ള ഇച്ചിരി കമ്പം അല്ലെങ്കിൽ ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. അതിൽ മഹേന്ദ്രയാണ് ഞാനിപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മഹേന്ദ്ര താർ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. അതിന് ലാസ്റ്റായിട്ട് ഞാനിത് BS6 എടുത്തു. പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നേരത്തെ ഇൻ്റർനാഷണൽ ജീപ്പ്, പഴയ ജീപ്പുകൾ എനിക്കൊരു വലിയ കാര്യമായിരുന്നു. കുറേ വണ്ടികൾ കച്ചേസും വില്ലീസും തൊട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജീപ്പായിട്ട് പോകുന്ന ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസ് ആണ്. ആക്സിലേറ്റർ പോയിട്ട് ആക്സിലേറ്റർ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേർ ഇപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് CJ3A 3B വന്നപ്പം വെരി പോപ്പുലർ 2.2 ലിറ്റർ അരിക്കൻ എഞ്ചിനാണ് വന്നത്. അത് ഹൈ ബോണറ്റാണ്. 1975 ആ ഒരു ലെജൻഡറി വെഹിക്കിളിന്റെ പിറവി. അതായത് CJ500D. അതായിരുന്നു 80s 90s കിഡ്സിന്റെ സങ്കല്പത്തിലുള്ള ജീപ്പ് എന്ന് പറയുന്നത്. ഓപ്പൺ സെൻറ്റർ ആയിരുന്നു. 3-speed ഗിയർ ബോക്സ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഇപ്പം ബൊലേറോ ചെയ്യുന്ന പണി ഒക്കെ ചെയ്തിരുന്നത് ആ വാഹനമായിരുന്നു. ആംബുലൻസ് ആയിട്ടും സ്കൂൾ ബസ് ആയിട്ടും ഈവൻ മിനിസ്റ്റേഴ്സിന് എസ്കോർട്ട് വാഹനമായിട്ടും എല്ലാം ആ ഒരു ജീപ്പ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. MM540 പറ്റി പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ആ കാലത്തെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് വന്ന ഒരു വാഹനമാണ്. കേബിൾ ഓപ്പറേറ്റഡ് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു. അതിന് ഫാസ്റ്റ് ഐഡ്ലർ എന്നാണ് പറയുന്നത്, ക്രൂസ് കൺട്രോൾ എന്നല്ല പറയുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു RPM മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകും. നമ്മൾ ലോ ഗിയറിൽ ഇപ്പോൾ ക്രോൾ ചെയ്ത് കയറേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ ഈവൻ വിത്തൗട്ട് 4-wheel ഡ്രൈവ് നമ്മൾ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു RPM മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഈവൻ നമ്മളൊരു കുന്ന് അല്ലെങ്കിൽ മല കയറുന്ന അവസ്ഥയിൽ. 540 വന്ന എഞ്ചിന് DP സീരീസ് എന്നാണ് പറയുന്നത്, ഡീസൽ ഫ്യൂഷോ. ഇതിന് വന്നിരുന്ന ഫ്യൂഷോ എൻജിൻ എന്ന് നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന ആ എൻജിന്റെ കോഡാണ് ഫ്യൂഷോ XD 4.9. പക്ഷെ 540 അല്ലായിരുന്നു ആദ്യ വാഹനം ഈ DP സീരീസ് എഞ്ചിനുമായിട്ട് വന്നത്.
MM640 എന്ന് പറഞ്ഞ ഒരു ലോങ് വീൽ ബേസ് ജീപ്പ് ഉണ്ടായിരുന്നു. അതായത് 500Dയേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കൂടിയതാണ്. ഇത് കൂടാണ്ട് ഒരു എൻഡ് ഓഫ് 80s അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് 90s വേറൊരു വാഹനം കൂടെ വന്നു. അത് ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ഫ്രം മഹീന്ദ്ര. അതിന് മഹീന്ദ്ര ക്ലാസിക് എന്ന് പറയും. (1975) തുടങ്ങിയ 500Dക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത് 1991 ആ വാഹനത്തിൻ്റെ പേര് CJ500DI എന്നാണ്. അപ്പോൾ DI എഞ്ചിനും കൂടിയാണ് വന്നത്. അഗൈൻ 3-speed ഗിയർ ബോക്സ് ആണ്. 1994 ആയപ്പോഴത്തേക്കും MDI എന്ന് പറഞ്ഞ പുതിയ എഞ്ചിൻ മഹീന്ദ്ര ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. CL സീരീസ് ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. CL550. CL stands for Civilian Legend. എൺപത് മുതൽ വണ്ടി ഓടിക്കുന്നതാണ്. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് വെഹിക്കിളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ മോള്? എന്നെങ്കിലും ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ ജീപ്പ് ഓടിക്കുന്നത്? 2005 ഒരു ഫേസ് ലിഫ്റ്റ് ആ ഒരു ജീപ്പ് സീരീസിൽ വന്നത് മേജറാണ്. പുതിയൊരു എഞ്ചിനോട് കൂടി ആ ലാസ്റ്റ് ആ ഒരു സീരീസിലുള്ള വാഹനം എന്ന് വിശേഷിപ്പിക്കാവുന്ന വാഹനമായിരുന്നു. അത് 2005 ലോഞ്ച് ചെയ്തു. 2010 ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അത് വന്നത് MDI TC അഥവാ ടർബോ ചാർജ് എഞ്ചിനോട് കൂടിയാണ്. ഈ ജീപ്പും കൊണ്ടൊക്കെ ഫോർ വീൽ എൻഗേജ് ചെയ്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? 4 വീൽ എൻഗേജ് ചെയ്ത് അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഈ വണ്ടി 2 വീൽ ഡ്രൈവ് ആണ്. ഈ വണ്ടിയായിട്ട് കൊടജാദ്രി ഫുള്ള് കയറി ഇറങ്ങിയതാണ്. എക്സ്ട്രീം ഓഫ് റോഡാ. ഇതുള്ള വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ വണ്ടി നല്ല ഫ്രണ്ട് കാണും. അതുപോലെ ഞങ്ങളെ ഇതിലുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത്ര മോശമില്ല. അപ്പൊ അടി ഇടിക്കുന്നുള്ളൊരു പേടിയില്ല. അപ്പൊ ഇന്ന് അടി ഇടിക്കില്ല. 2003 കാലഘട്ടത്തിലാണ് ബൊലേറോ ഇൻവേഡർ എന്ന് പറഞ്ഞ് മറ്റൊരു വാഹനം വന്നത്. അതും ഈ പറഞ്ഞ ടർബോ ചാർജ് എഞ്ചിനോട് കൂടി വന്ന ഒരു ബൊലേറോയുടെ സോഫ്റ്റ് ടോപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ്. അത് പോലീസ് ജീപ്പായിട്ടൊക്കെ ഒരുപാട് കേരളത്തിൽ യൂസ് ചെയ്തിരുന്ന വാഹനമാണ്. 2010 ആ ഒരു ഐക്കോണിക് ബ്രാൻഡിൻ്റെ ജനനം. ഥാർ ഫസ്റ്റ് ജനറേഷൻ വന്നത് DI TC ടർബോ ചാർജ് എഞ്ചിനോട് കൂടിയാണ്. അതോടൊപ്പം CRD എഞ്ചിനോട് കൂടിയും വന്നു, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞത് ഒരു ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നു. സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് ഓഫ് ദാറ്റ് ആ ഥാറിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ വെഹിക്കിളിൻ്റെ. പിന്നെ റീസെൻ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നു ഥാർ റോക്സ്. നമ്മളിപ്പോൾ ഫൈനലി ഥാർ റോക്സിലാണ് എത്തി നിൽക്കുന്നത്. 1948 തുടങ്ങിയ ആ ഒരു പ്രയാണം എത്തി നിൽക്കുന്നത് 2026. നമുക്ക് ഥാറും ഥാർ റോക്സും എല്ലാം ആ ഒരു ഗണത്തിൽ തന്നെ പെടുത്താം. ഇനി ഒരു ഫേസ് ലിഫ്റ്റ് ഥാർ റോക്സിന് അല്ലെങ്കിൽ ഥാറിന് കേൾക്കുന്നത് EV വേർഷനായിട്ടാണ്. ആ ഒരു EV വേർഷൻ വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് ജനറേഷൻ ജീപ്പിൻ്റെ ഒരു സ്കെയിൽ മോഡലാണ് 1:10. ഇതിൻ്റെ ഷാസിയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റീലിൽ തന്നെയാണ്. നമുക്കിതിൻ്റെ ലീഡ് സ്പ്രിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലിങ്ങും ഉണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി അപാരമാണ്. ഇത് 4x4 ആണ്. ഇത് ഒരു ടോയ് ഗ്രേഡ് അല്ല, ഹോബി ഗ്രേഡിലുള്ള ഒരു വാഹനമാണ്. ഈ വാഹനവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രം: വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 3 പേർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ബെസ്റ്റ് കമൻറ്റ് നമ്മൾ പിക്ക് ചെയ്തിട്ട് അത് അനൗൺസ് ചെയ്യുന്നത് August 15, 2026. നമ്മൾ മഹീന്ദ്ര ജീപ്പിൻ്റെ ഒരു ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഒരു 70 ഇയേഴ്സിൻ്റെ ചരിത്രമുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം CJ2A ടിൽ ഥാർ റോക്സ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരനും ഒരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റിനും അഭിമാനിക്കാവുന്നതാണ്.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ബെസ്റ്റ് കമൻറ്റ്സ് നമ്മൾ പിക്ക് ചെയ്യും, അവർക്ക് ഒരു ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അനൗൺസ് ചെയ്യുന്നത് August 15, 2026 ആണ്. August 15 എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതേപോലെ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താ കാരണമെന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനവും ഇതിലെ ഏതൊക്കെ മൊമെൻറ്റ്സ് ആണ് ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഓവറോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഇനി ഇതുപോലെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.